ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പുഡിങ്ങാണ് ഈ ടെൻഡർ കോക്കനട്ട് പുഡിങ്. അതിഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഇളനീരിൻ്റെ പൾപ്പും വെള്ളവും സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ പൾപ്പിലോട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോ അതിൽ കുറച്ചോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പൾപ്പിനെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കേണ്ട, കുറച്ച് പാൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് കുറച്ച് സമയം സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ടും ഒരേ ചൂട് തന്നെ ആയിരിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒരിക്കൽ കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരരിപ്പ വെച്ച് അരിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇളനീരിൻ്റെ പൊടിയും ചൈന ഗ്രാസിലുണ്ടാകുന്ന ചെറിയ ചെറിയ പൊടികളൊക്കെ ഈ അരിക്കുന്ന സമയത്ത് പോയി കിട്ടും. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാറി സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കാം. പുറത്തെണ്ണ വെച്ചാൽ മതി. അതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ലെയറിനായിട്ടുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ അടുത്ത ലെയറിന് ഞാൻ ചൈന ഗ്രാസ് അല്ല ജലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് 3 ടീസ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ഇനി ഒരു സോസ് പാനിലോട്ട് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാലിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് സ്മൂത്താക്കി എടുത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരുത്തുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാല് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ജലാറ്റിൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുന്ന സമയത്തും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലോട്ട് നമുക്ക് ഈ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ മേലെയുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുത്താൽ സംഭവം റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.